Question number 29. Yes, it's a question from current electricity. The charge accumulated on the capacitor connected in the following circuit is dash microcoulomb. Cൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീറ്റ് സ്റ്റോൺ പിടിച്ച പോലെ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ ഡയഗ്രാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ കപ്പാസിറ്റർ ആൻഡ് ദിസ് ഈസ് മാർക്ക്ഡ് ആസ് എ ആൻഡ് ദിസ് ഈസ് ബി. ഓക്കെ, അപ്പോൾ ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജാണ് കാണേണ്ടത്. നോക്കൂ, നമുക്കറിയാം കപ്പാസിറ്ററിലൂടെ അതിലൂടെ കറണ്ട് പാസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നോക്കൂ, ഇതിനെ നിങ്ങൾക്ക് ഇതിങ്ങനെ കൺസിഡർ ചെയ്യാം അല്ലേ, എന്ന് വെച്ചാൽ കാരണം ഇതിൽ കൂടെ കറണ്ട് ഇല്ല. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് നോക്കൂ, ഇതിലൂടെ ഒരു ഷെയർ പോവും, ഇതിലൂടെ പോവും, അത് ഇതിലൂടെ അങ്ങോട്ടും എന്നിട്ട് രണ്ടും കൂടെ ഇവിടെ ജോയിൻ ചെയ്തിട്ട് തിരിച്ച് സെല്ലിലേക്ക് കയറുന്നു. ആൻഡ് നോ കറണ്ട് പാസ് ത്രൂ ദിസ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടെ ഇതിലുള്ള ചാർജ് കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെ പോകണം? ക്യൂ ഈസ് ഈക്വൽ ടു സി വി എന്ന് വെച്ചാൽ സി ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ വി എ മൈനസ് വി ബി കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം കഴിഞ്ഞു. നമുക്ക് കണ്ടെത്താം. വി എ മൈനസ് വി ബി ഞാൻ കണ്ടെത്താൻ പോവാണ്. ശ്രദ്ധിക്കൂ, നോക്കൂ, ഈ രണ്ട് റെസിസ്റ്റേഴ്സും നോക്കൂ സീരീസിലാണ്. ഞാൻ പറഞ്ഞു ഇതിലൂടെ കറണ്ട് പോകണില്ല. അപ്പോൾ പിന്നെ റെസിസ്റ്റൻസ് കറണ്ട് കാൽക്കുലേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ ഇതിനെ ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് 6 ഓമും 4 ഓമും സീരീസിൽ എത്ര? 10 ഓം. ആ 10 ഓമിന് അക്രോസിലുള്ള വോൾട്ടേജ് എത്ര? 10 വോൾട്ട്. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എത്ര? 10/10 1 ആംപിയർ. നോക്കൂ, ഇതിലൂടെ പാസ് ചെയ്യുന്നത് 1 ആംപിയർ. എഗെയിൻ സി, ഇത് രണ്ടും സീരീസിൽ, അതിന് അക്രോസിലുള്ള വോൾട്ടേജ് എത്ര തന്നെയാണ്? 10 വോൾട്ട്. കാരണം എന്താ, ഇതും പാരലലാണ് ആൻഡ് പാരലൽ വിത്ത് ദിസ് 10 വോൾട്ട്. ദർഫോർ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഹൗ മച്ച് ഇറ്റ് ഈസ്? 10/3 10/3 ആംപിയർ. 10/3 ആംപിയർ. യെസ്, എനിക്കിനി വേണ്ടത് വി എ മൈനസ് വി ബി ആണ്. അതിന് നോക്കും, ഞാൻ ഈ പോയിന്റിനെ പി എന്നും ഈ പല രൂപത്തിൽ നമുക്ക് ചെയ്യാം. ഞാൻ എങ്ങനെ ചെയ്യുന്നു നോക്കാം നമുക്ക്. ഇത് പി ആൻഡ് ക്യൂ എന്ന് മാർക്ക് ചെയ്തു. റെഡി അല്ലേ? റെഡി ആണല്ലോ? റെഡി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് വി എ മൈനസ് വി ബി ആണല്ലോ വേണ്ടത്. അപ്പം ഞാൻ എഴുതുന്നു വി എ മൈനസ് വി ബി ദാറ്റ് ഈസ് ഈക്വൽ ടു വി പി മൈനസ് വി ബി മൈനസ് വി പി മൈനസ് വി എ. ഇത് മാത്തമാറ്റിക്കലി ശരിയാണോ ചെക്ക് ചെയ്യണം. നോട്ടെ, വി എ ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് വി എ, ഇവിടെ വി പി മൈനസ് വി പി കട്ട് ചെയ്തു, പിന്നെ മൈനസ് വി ബി. ഓക്കെ, മാത്തമാറ്റിക്കലി ഓക്കെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഓംസ് ലോ അപ്ലൈ ചെയ്യാം. ഓംസ് ലോ വി പി മൈനസ് വി ബി, വി പി മൈനസ് വി ബി പറഞ്ഞാൽ ഇത്. അപ്പോൾ ഇതിന് അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓംസ് ലോ I ഇൻറ്റു ആർ 1 ഇൻറ്റു 6 മൈനസ് നോക്കൂ, വി പി മൈനസ് വി എ അതിൻ്റെ അക്രോസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ 1 ഇൻറ്റു 10/3 ദാറ്റ് ഈസ് 6 മൈനസ് 10/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 18 8/3 വോൾട്ട് എന്ന് അത് കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ക്യൂ കണ്ടെത്തല. ദർഫോർ ക്യൂ ഈസ് ഈക്വൽ ടു സി എത്രയാണ്? 150 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു 8/3. 15 3, അപ്പോൾ 50 ഇൻറ്റു 8 മൈക്രോയിലാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. അതുകൊണ്ട് ക്വസ്റ്റ്യനിലുള്ളത് യെസ്. നോക്കൂ, 5 ഇൻറ്റു 8 40. ദർഫോർ ദ ആൻസർ ഈസ് 40 microcoulomb is the final answer. Sorry, not 40 but 400 microcoulomb.